കേരള ഹിന്ദി പ്രചാര സഭ നടത്തിയ സുഗമ ഹിന്ദി പരീക്ഷയിലെ വിജയികൾക്കുള്ള സമ്മാനദാന സമ്മേളനം കായംകുളം സെന്റ് മേരീസ് ബെഥനി പബ്ലിക് സ്കൂളിൽ നടന്നു. സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. കേരള ഹിന്ദി പ്രചാര സഭ തിരുവനന്തപുരം 14 ആഭിമുഖ്യത്തിൽ 2025-2026 അധ്യയന വർഷത്തെ സുഗമ ഹിന്ദി പരീക്ഷാ വിജയികൾക്കുള്ള സമ്മാനദാന സമ്മേളനം കായംകുളം കല്ലുമൂട് സെന്റ് മേരീസ് ബെഥനി പബ്ലിക് സ്കൂളിൽ നടന്നു. സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഹിന്ദി പ്രചാര സഭ എന്നത് ഹിന്ദി പ്രചരണം എന്നത് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങളാണ്. നാഷണൽ ഇൻ്റഗ്രേഷൻ അല്ലേ, ദേശീയോദ്ഗ്രഥനം. കാരണം നമ്മൾ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം നടക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ രാജ്യം 600-ൽ പരം നാട്ടുരാജ്യങ്ങളാൽ ചിതറിക്കിടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. നമ്മുടെ രാജ്യത്തെ യോജിപ്പിക്കുന്ന തരത്തിലുള്ള ഘടകങ്ങൾ കുറവായിരുന്നു. അപ്പോൾ ദേശീയ പ്രസ്ഥാനം ആ കാര്യത്തെക്കുറിച്ച് ഗൗരവതരമായി ആലോചിച്ചു. 600-ൽ പരം നാട്ടുരാജ്യങ്ങളിൽ കിടക്കുന്ന വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്ന വ്യത്യസ്തമായ വർഗഭേദമുള്ള ഈ ഒരു ജനതയെ എങ്ങനെ ഒരുമിപ്പിക്കാൻ സാധിക്കും? കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പടർന്നു കിടക്കുന്ന ഈ മഹാരാജ്യത്തിലെ വൈവിധ്യമാർന്ന ജനതയെ യോജിപ്പിക്കുന്നതിനുള്ള ഘടകമായി മാറിയത് ഹിന്ദിയാണ്. ഹിന്ദി ഭാഷയുടെ പ്രചരണം. ഉത്തരേന്ത്യക്കാരൻ പറയുന്ന ഭാഷ ദക്ഷിണേന്ത്യക്കാർക്ക് മനസ്സിലാകണം. ഇന്ത്യയിലെ കൂടുതൽ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ ഹിന്ദി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രചരണം ദക്ഷിണേന്ത്യയിലേക്കും മറ്റെല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കണം എന്ന ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിന്തയാണ് 1934 സർ അല്ലേ, 34 1934 കേരള ഹിന്ദി പ്രചാര സഭയുടെ രൂപീകരണത്തിന് വേണ്ടി വഴിതെളിച്ചത്. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുണ്ട്. 1918 ചെന്നൈയിലാണ്. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ 18 സ്ഥാപിച്ചു. 34 കേരള ഹിന്ദി പ്രചാര സഭ സ്ഥാപിച്ചു. അപ്പോൾ അന്ന് മുതൽ ഇന്നോളം നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിന് ഈ ഒരു സഭ, കേരള ഹിന്ദി പ്രചാര സഭ നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട്. ഹിന്ദി പ്രചാര സഭ കോശാധ്യക്ഷൻ ജി സദാനന്ദൻ അധ്യക്ഷനായി. കൃഷ്ണകുമാർ, പുളിയറ വേണുഗോപാൽ, സിസ്റ്റർ വിമല, ഡോക്ടർ MS വിനയചന്ദ്രൻ, രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഹിന്ദി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ജില്ലാതലത്തിൽ മികച്ച നേട്ടം കൈവരിച്ച സ്കൂളുകൾക്കും സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. കേരള ഹിന്ദി പ്രചാര സഭ ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.